അതെ, ഇന്ന് നമുക്കൊരു അവോക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 അവോക്കാഡോ എടുത്തിട്ടുണ്ട്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ശരി, പറഞ്ഞതല്ലേ. രാവിലെ ഓർഡർ ഇട്ടിട്ട് പോയതാ, പറയുമല്ല ഓർഡർ ഭയങ്കര ചൂടാണ്, ഞങ്ങൾ വരുമ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ അവോക്കാഡോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോണ്ടല്ലോ, ഒത്തിരി അവോക്കാഡോ ഇങ്ങനെ നമ്മൾ ഞെക്ക് കൊള്ളാത്തതും ഞെക്ക് കൊള്ളുന്നതും ഒക്കെ ആയിട്ട് അവിടെ കാണും. അപ്പോൾ നമ്മളെങ്ങനെ തിരഞ്ഞെടുക്കട്ടെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ ഒരു ഞെടുപ്പ് കാണുമല്ലോ, ആ ഞെടുപ്പ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കണം. അത് ഇളകി പോവുകയാണെങ്കിൽ നല്ല അവോക്കാഡോ കേട്ടോ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ കറുപ്പൊന്നും കാണത്തില്ല. പണ്ട് ഞാൻ എടുക്കുമ്പോൾ ഈ ഞെക്ക് കൊള്ളുന്ന പോയി നോക്കി എടുക്കുമായിരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ വീട്ടിൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് അത് ഫുൾ ആകമല്ല ഇങ്ങനെ കറുത്ത അവോക്കാഡോയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് എടുക്കാൻ പഠിച്ചു. അപ്പം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി 1 2 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുമെന്ന്. കണ്ടോ, അതിന് ഞെടുപ്പ് കളഞ്ഞ് നമ്മൾ എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവോക്കാഡോ കിട്ടും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ നമ്മുടെ പൈസ കൊണ്ട് കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇതൊന്ന് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഇതുപോലെ എടുക്കുക. ജസ്റ്റ് ഒന്ന് കൊത്തിയാൽ മതി. കുരുവൊക്കെ ഇങ്ങനെ പോരും. പിന്നെ നമ്മുടെ സ്പൂൺ കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്യുക. അതും എളുപ്പത്തിൽ ഇളകി പോരും കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കണം കേട്ടോ. ഒന്നെങ്കിൽ നമുക്കത് തിളപ്പിച്ച് ചാറ്റി പാല് ചേർക്കാം, ഇല്ലെങ്കിൽ ഫ്രീസർ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാല് ചേർക്കാം. ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് മസ്റ്റായിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പാല് ചേർക്കണം. വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഹണി ചേർക്കുക. പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് ഹണി ചേർക്കുമ്പോൾ തന്നെ മധുരം കിട്ടും. പിന്നെ കാഷ്യൂനട്ട്, ഒരു 2-3 ഈന്തപ്പഴം, ഏലക്ക മസ്റ്റാണ് കേട്ടോ. എന്നാലേ അതിനൊരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ഏലക്ക ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നു കഴിഞ്ഞ് ഇതുപോലെ ഗ്ലാസ്സിലോട്ട് മാറ്റുക. അടിപൊളിയായിട്ടുള്ള അവോക്കാഡോ ഷേക്ക് കിട്ടും കേട്ടോ. സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഓടി ഒന്ന് ഉമ്മയൊക്കെ തന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് ഉമ്മ തരുന്ന ഭാഗമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വലിച്ച മുഖമായിട്ടിരിക്കുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.